ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി കടന്നു പോകുമ്പോഴും വയനാട് കൽപ്പറ്റ മണ്ഡലത്തിലെ ചുണ്ടയിൽ വർഷങ്ങളായുള്ള കാട്ടാന ശല്യത്തിന് പരിഹാരമായിട്ടില്ല. പകൽ പോലും ഇറങ്ങുന്ന കാട്ടാന ഫെൻസിംഗ് തകർത്ത് കൃഷി നശിപ്പിക്കുന്നത് തളിവ്മല നിവാസികൾക്ക് തലവേദനയാവുകയാണ്. പ്രദേശത്തെ തേയിലത്തോട്ടത്തിലൂടെ കാട്ടാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കുറെ നാളുകളായി ഈ കാട്ടാന തളിമല പ്രദേശത്തും ഒലീവ് മലയിലും സ്വൈരവിഹാരം തുടരുകയാണ്. മറ്റു വന്യജീവികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെങ്കിലും സ്ഥിരമായുള്ള കാട്ടാനയുടെ വരവ് ഭയമുണ്ടാക്കുന്നുണ്ടെന്ന് പ്രദേശവാസി. കുരങ്ങ് പ്രശ്നമാണ്, പന്നി പ്രശ്നമാണ്, മാൻ അതിനെക്കാട്ടും പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആനയും കടുവയും ഇതൊക്കെ ആയിട്ട് ശരിക്കും ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ. വനം വകുപ്പിന്റെ സോളാർ ഫെൻസിംഗ് കാട്ടാനയ്ക്ക് കടമ്പയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥികളോടും MLA അടക്കമുള്ളവരോടും വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിച്ചതാണെന്ന് നാട്ടുകാർ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സ്ഥലമായുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് ഒരു മീറ്റിംഗ് കൂടി വിളിച്ചിട്ട് അതിൻ്റെ പ്രതികരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഒരു നല്ല തീരുമാനം ഉണ്ടാവണം. വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഇറക്കാൻ പറ്റുന്ന കണ്ടീഷൻ. ഇനി അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ ഈ ചക്കയും ആയി കഴിഞ്ഞാൽ ആന ഇവിടെ നിന്ന് പോകില്ല. ആ ഒരു കണ്ടീഷനാണുള്ളത്. വയനാട് ജില്ലയിൽ കാലങ്ങളായി തുടരുന്ന വന്യജീവി ആക്രമണം തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയായിരുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.